കരിച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരം ഡോക്ടർമാരില്ല. രോഗികൾ ദുരിതത്തിൽ. ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഡോക്ടറുടെ സേവനം ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകി. 40 വർഷം മുൻപാണ് പള്ളിക്കര പഞ്ചായത്തിലെ കരിച്ചേരിയിൽ സർക്കാർ ആശുപത്രി നിലവിൽ വരുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 15 വർഷമായി. ആയിരക്കണക്കിന് ജനങ്ങളുടെ ഏക ആശ്രയമായ ഇവിടെ ഏകദേശം ഒരു വർഷമായി സ്ഥിരം ഡോക്ടറില്ല. നിലവിൽ ആഴ്ചയിലൊരിക്കൽ പെരിയയിൽ നിന്നും വരുന്ന ഡോക്ടറാണ് രോഗികളെ പരിശോധിക്കുന്നത്. ചില ആഴ്ചകളിൽ ഡോക്ടർ വരാറുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ 15 കിലോമീറ്റർ അകലെയുള്ള ബേഡടുക്കയിലോ 10 കിലോമീറ്റർ അകലെയുള്ള ചട്ടഞ്ചാലിലെയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ വേണം രോഗികൾക്ക് ആശ്രയിക്കാൻ. സ്ഥിരം ഡോക്ടറെ നിയമിക്കാതെ നിലവിലുള്ള സ്റ്റാഫിനെ മറ്റു സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിയോഗിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഒരേക്കർ സ്ഥലം കിട്ടിയാൽ മാത്രമേ ഇത് ആസ്പത്രിയായിട്ട് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ രണ്ട് പ്രമുഖരെ, ഒന്ന് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഒന്ന് കുഞ്ഞിക്കണ്ണൻ ഉദുമ, ഒന്ന് പി കെ കുഞ്ഞിക്കണ്ണൻ ഉദുമ, അങ്ങനെ 2 പേര് 50 സെൻറ്റ് സ്ഥലം വീതം കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഉണ്ടാക്കിയത്. അതിനുശേഷം സ്ഥിരമായി ഡോക്ടറും ഒക്കെ ഇവിടെ വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇവിടെ 3 പഞ്ചായത്തിൻ്റെ അടുത്തുണ്ട്. ഒന്ന് ബേഡുക്ക പഞ്ചായത്തിൻ്റെ അടുത്താണ്, ഇതിനപ്പുറം പാലത്തിനപ്പുറം. അതുപോലെ തന്നെ ഇപ്പുറം ചമ്മനാട് പഞ്ചായത്തിൻ്റെ അടുത്താണ്. ഇതിനപ്പുറം ഇത് നിൽക്കുന്ന സ്ഥലം പള്ളിക്കര പഞ്ചായത്താണ്. അതുപോലെ തന്നെ പുല്ലൂർ പെരിയാർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിനും ആവശ്യമായ ഒരു ഇതായിരുന്നു. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഡോക്ടർ വരുന്നില്ല. താൽക്കാലിക ഡോക്ടറെ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്നും തസ്തികയിലുള്ള മുഴുവൻ ജീവനക്കാരെ നിലനിർത്തുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം സമരസമിതി രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. അതേസമയം ഡോക്ടർമാരുടെ കുറവ് നികത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ആഴ്ചയിൽ 3 ദിവസം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പി ഗോപിനാഥ് അറിയിച്ചു.